തനതായ രചനാശൈലിയിലൂടെ മണപ്പുറത്തിൻ്റെ ജീവിതവും സംസ്കാരവും അടയാളപ്പെടുത്തുന്ന എഴുത്തുകാരൻ ബാപ്പു വലപ്പാടിൻ്റെ സാഹിത്യസപര്യ 5.5 പതിറ്റാണ്ട് പിന്നിടുന്നു. നോവൽ സാഹിത്യത്തിലും പുസ്തക പ്രസാധനത്തിലും യുവതലമുറയെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിനും ഒരേപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം അക്ഷരങ്ങളോടുള്ള അചഞ്ചലമായ പ്രണയവുമായി തന്റെ സാഹിത്യയാത്ര തുടരുകയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ബാപ്പു 1970-ലാണ് എഴുത്തിലേക്ക് തിരിഞ്ഞത്. മത്സ്യത്തൊഴിലാളിയുടെ മകനായും ബീഡി തെറുപ്പ് തൊഴിലാളിയായും ജീവിതം ആരംഭിച്ച് കഠിനാധ്വാനത്തിന്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെയും കരുത്തിലാണ് ബാപ്പു എഴുത്ത് വഴിയിലെത്തുന്നത്. നോവൽ, ചെറുകഥ, നാടകം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി 18ഓളം കൃതികൾ ഇക്കാലത്തിനിടയിൽ അദ്ദേഹം വായനക്കാർക്ക് സമ്മാനിച്ചു. ഇപ്പോൾ മണ്ണും മനുഷ്യനും എന്ന പുതിയ നോവലിന്റെ പണിപ്പുരയിലാണ്. എഴുത്തുകാരൻ എന്നതിലുപരി മികച്ചൊരു പ്രസാധകൻ കൂടിയാണ് ബാപ്പു വലപ്പാട്. അദ്ദേഹം നേതൃത്വം നൽകുന്ന ലെല്ല പബ്ലിക്കേഷൻസ് 1.5 പതിറ്റാണ്ടിലധികമായി പുസ്തക പ്രസാധന രംഗത്ത് സജീവമാണ്. മണപ്പുറം മേഖലയിലെയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും പുതുമുഖ എഴുത്തുകാരുടെ കൃതികൾ വെളിച്ചം കാണിക്കുന്നതിൽ ഈ സ്ഥാപനം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സാഹിത്യരംഗത്ത് മാത്രമല്ല, കലാസാംസ്കാരിക മേഖലയിലും സജീവ സാന്നിധ്യമാണ് ബാപ്പുക്ക. കിനാവ്, കുഞ്ഞാമിന, അങ്ങാടിക്കടവത്ത് എന്നീ ടെലിഫിലിമുകളിലും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. കിനാവിന് പുരസ്കാരവും ലഭിച്ചു. അധ്യാപകരെ പ്രോത്സാഹിപ്പിക്കാൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്താൻ വായനാ പുരസ്കാരങ്ങളും ഇദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ ലൈബ്രറികൾക്ക് സൗജന്യമായി പുസ്തകങ്ങൾ വിതരണം ചെയ്തും വിദ്യാലയങ്ങളിൽ വായനയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തി വിദ്യാർത്ഥികളെ പുസ്തകങ്ങളിലേക്ക് ആകർഷിക്കുന്ന പദ്ധതികളും ബാപ്പു വലപ്പാട് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സ്വന്തമായി ഒരു നാടക ട്രൂപ്പിന് നേതൃത്വം നൽകി കലാരംഗത്തും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. അക്കിത്തം ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം, ഒമാൻ കൈരളി അവാർഡ്, MLA പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന്റെ സൃഷ്ടി പ്രതിഭയ്ക്കും സാമൂഹിക ഇടപെടലുകൾക്കും ലഭിച്ച അംഗീകാരങ്ങളാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമാണ് ബാപ്പു വലപ്പാട്. നിലവിൽ എടത്തിരുത്തി കുട്ടമംഗലം വായനശാലയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നാടിനൊപ്പം നിൽക്കുന്നു.